രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് നാളെ അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റ് നൽകുന്ന ചില സൂചനകൾ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ എത്തിയ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ റവന്യൂ റിവ്യൂകൾ നൽകുന്നുണ്ട്. ഒരേ സമയം കുറേ ആശകൾ പങ്കുവെക്കുന്ന ബജറ്റായിരിക്കും നാളെ വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ കേരളം മറ്റു തരത്തിലുള്ള പല സാമ്പത്തിക വെല്ലുവിളികളിലും കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾ സംസ്ഥാനത്തെ വല്ലാതെ വീർപ്പും മുട്ടിക്കുന്നുവെന്ന് ഇന്ന് പുറത്തു വന്ന റവന്യൂ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുമ്പോൾ, മറുവശത്ത് സംസ്ഥാനം അവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മോശമല്ലാത്ത തരത്തിലുള്ള റവന്യൂ വരുമാന വർധനവിൽ ചില ഗുണപരമായ അനുഭവങ്ങളും പങ്കുവെക്കുന്നു. നോക്കൂ, കേരളം രാജ്യത്ത് വികസന കാര്യങ്ങളിൽ നൽകുന്ന വലിയ സംഭാവനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, രാജ്യത്തെ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വാർഷിക വരുമാനം 1,33,000 രൂപയാണെങ്കിൽ കഴിഞ്ഞ വർഷം മലയാളികളുടെ ശരാശരി വാർഷിക വരുമാനം 1,90,000 രൂപയാണ് എന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശരാശരി ഇന്ത്യക്കാരനേക്കാൾ വളരെയധികം ഭേദപ്പെട്ട ജീവിത നിലവാരം മലയാളികൾ വെച്ചു പുലർത്തുമ്പോൾ ആ കേരള നാടിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയുടെ ഒരു നേർചിത്രമാണ് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. നോക്കൂ, സംസ്ഥാനത്ത് റവന്യൂ വരുമാനത്തിൽ ഭേദപ്പെട്ട വർധനവ് വരുത്താൻ ഈ സംസ്ഥാന സർക്കാർ ഒരു പരിധിവരെ വിജയിക്കുമ്പോൾ, കേന്ദ്ര സർക്കാരിൻ്റെ റവന്യൂ വിഹിതത്തിൽ വരുത്തിയ വലിയ കുറവ് ഒട്ടേറെ അപകടങ്ങൾ കേരളത്തിൽ വരുത്തി വെക്കും. ഒരു വശത്ത് സംസ്ഥാന സർക്കാർ പറയുന്നു, കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ഉൽപാദനം 6.453 ലക്ഷം കോടി രൂപയാണ് എങ്കിൽ അതിൽ ചെറിയ വർധനമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് കഴിഞ്ഞുവെന്ന്. കേരളത്തിൻ്റെ മൊത്തം ഉൽപാദനത്തിൽ നേരത്തെ പറഞ്ഞ തുകയേക്കാൾ ചെറിയ വർധനവ്, ഏതാണ്ട് 450 കോടി രൂപയുടെ വർധനവേ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ, അതിൻ്റെ കാരണമായി സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ട് പറയുന്നത് കേന്ദ്രം ഒരു വില്ലനെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അതുവഴി ഒരു വശത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കൂടുതൽ പണം മാറ്റിവെക്കേണ്ടി വരുന്നു. ഓരോ 5 വർഷവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വേതനം പരിഷ്കരിക്കാൻ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ പടിപടിയായി സംസ്ഥാനത്തിൻ്റെ ചിലവ്, ജനങ്ങളോടൊപ്പം അവരെ സഹായിക്കാൻ ആവശ്യമായ ചിലവ് വർദ്ധിക്കുമ്പോൾ അതിനാവശ്യമായ വരുമാനം വർദ്ധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്ന അപകടകരമായ ഇടപെടലുകൾ വലിയ ദുരന്തത്തിലേക്കാണ് കേരളത്തെ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൊത്തം റവന്യൂ വരുമാനത്തിൽ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ചിലവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായ വ്യത്യാസം ഏകദേശം 9% ആയി മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് സംസ്ഥാനത്തിൻ്റെ ചെലവ് വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ചില നൂലാമാലകൾ ഉണ്ടാക്കിയിടുമ്പോൾ, ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അവർക്ക് വേണ്ട സമീപനങ്ങൾ, വികസന സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത പ്രതിസന്ധി കേരളത്തിൽ സജീവമാകുന്നു. ഇതിനോടൊപ്പമാണ് സംസ്ഥാനം അനുഭവിക്കുന്ന വിലക്കയറ്റം. സംസ്ഥാനം വിലക്കയറ്റത്തെ നിയന്ത്രിക്കുവാൻ ചില നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും പെട്രോളിയം വിഭവങ്ങൾക്ക് പടിപടിയായി ഉണ്ടായിട്ടുള്ള വർധനവും അതിനു മുകളിലുള്ള വലിയ ചുങ്കവും സംസ്ഥാനത്ത് വലിയ വിലക്കയറ്റത്തിന് കാരണമായി. തൊഴിൽ മേഖല എടുത്താൽ, സംസ്ഥാന സർക്കാർ ചെറുകിട വ്യവസായ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വലിയ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതുവഴി ഏകദേശം 3 ലക്ഷം ആളുകൾക്ക് ഒരു വർഷം തൊഴിൽ കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം തുടരുന്നു. ദേശീയമായി തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 3.3% അത് കേരളത്തിൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തൊഴിലന്വേഷകരായ പുരുഷന്മാരുടെ കണക്ക് ഏകദേശം 4.5%,
തൊഴിലന്വേഷകരായ സ്ത്രീകളുടെ എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ സ്ത്രീകളുടെ ഇടയിൽ അതിരൂക്ഷമായിരിക്കുന്നു എന്ന് പറയുന്ന 11.6% എന്ന കണക്കുകളും കാണിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സംസ്ഥാനം രാജ്യത്തിൻ്റെ ഏറ്റവും ആരോഗ്യകരമായ വരുമാനമുള്ള ജനങ്ങളായി മലയാളികൾ തുടരാൻ അവസരമുണ്ടാക്കുമ്പോൾ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം തുടരുമ്പോൾ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ നികുതികളിലൂടെ പിരിച്ചെടുക്കുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കേരളത്തിന് നൽകി കേരളത്തെ കൂടുതൽ കരുത്തുള്ളതാക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുകയും കേരളത്തിൻ്റെ പൊതുക്കടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് കേരള പിണറായി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് ആകും എന്നതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷക്കാലം അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല പദ്ധതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഒരു വശത്ത് ഒട്ടേറെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അത് നടപ്പിലാക്കണമെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇടതുപക്ഷം തുടർച്ചയായിട്ടാണ് എങ്കിൽ ഇല്ലെങ്കിൽ മറിച്ച് ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിൽ ഈ രണ്ട് കക്ഷികളും വലിയ തരത്തിലുള്ള കേന്ദ്ര വിരുദ്ധ സമീപനങ്ങൾ തിരുത്തും വിധമുള്ള സമരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പൊതുവേദിയാക്കി അവരുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് ഒരേ സമയം ആശ്വാസവും അതേസമയം ഉത്കണ്ഠകളും പങ്കുവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.